ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകൾ ഹന്ന എന്ന പ്രവാചകി. അവൾ വയോവൃദ്ധയും തൻ്റെ കന്യകത്വകാലം കഴിഞ്ഞ് 7 വർഷം ഭർത്താവിനോടുകൂടെ കഴിഞ്ഞ ശേഷം 84 വർഷമായി വിധവയായി കഴിയുന്നവളും ദേവാലയത്തിൽ നിന്ന് മാറാതെ രാവും പകലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തെ സേവിച്ചിരുന്നവളുമായിരുന്നു. ആ സമയത്ത് അവളും എഴുന്നേറ്റ് കർത്താവിനെ സ്തോത്രം ചെയ്തു. യെരുശലേമിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന എല്ലാവരോടും തന്നെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. വിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ഒരു കുഞ്ഞു പൈതലിനെ എടുത്തു വരുന്ന ദമ്പതികൾ യൗസേഫും മേരിയും. ഒരു ചെറിയ ആട്ടിൻകുട്ടിയെപ്പോലും ദഹനബലിക്കായി കൊടുക്കാനില്ലാതെ ചെറിയ 2 ചെങ്ങാലികളെ മാത്രം കയ്യിൽ കരുതി ദേവാലയത്തിൽ വരുന്ന ആ ദമ്പതികളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധവയായ ദൈവം പ്രസാദിച്ചിരുന്ന ഒരു സ്ത്രീ രത്നം ഹന്ന. മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി നിത്യമായ മരണത്തിൽ നിന്നുമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ നടത്തിപ്പിനായി ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന മശിഹായെക്കുറിച്ച് സുവിശേഷിക്കുന്ന ആദ്യത്തെ സ്ത്രീ. വിവാഹത്തിനു ശേഷം 7 വർഷം ഭർത്താവിനോട് കൂടി ജീവിച്ച ശേഷം 20-ാമത്തെയോ 25-ാമത്തെയോ വയസ്സിൽ വിധവയാകാൻ വിധിക്കപ്പെട്ട ഒരു യൗവനം. പിന്നീട് 84 വർഷം ദൈവം മാത്രമായിരുന്നു ആ യൗവനത്തിൽ പ്രാണപ്രിയനെ നഷ്ടപ്പെട്ട ആ യുവതിക്ക് തുണ. കൂട്ടി നോക്കിയാൽ ഒരു പക്ഷേ ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ അമ്മൂമ്മയ്ക്ക് ഏകദേശം 105-110 വയസ്സുണ്ടാകാം. ആ അമ്മൂമ്മ ദേവാലയം വിട്ടുപോകാതെ രാവും പകലും ആരാധന ചെയ്തു പോന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സന്തോഷവും മനസ്സിൻ്റെ ശക്തിയും കണ്ടെത്തിയ ഒരു വിധവ. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വിധവമാർക്കെല്ലാം മാതൃകയാക്കുവാൻ പറ്റുന്ന, വിധവമാരുടെ മധ്യസ്ഥത വഹിക്കാവുന്ന, പുതിയ നിയമത്തിൽ ആദ്യമായി ക്രിസ്തുവിനെ സുവിശേഷിക്കുന്ന സ്ത്രീ രത്നം. തൻ്റെ വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഹന്നായ്ക്ക് അഗാധമായ ദുഃഖത്തിൽ തളരുകയോ വീണു പോകുകയോ ചെയ്യാമായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ടിനി ആർക്കും ഒരു ഗുണവുമില്ല, ഞാനൊരു ഭാരമാകുന്നല്ലോ എന്ന ചിന്തയിൽ വിഷാദത്തിലേക്ക് ആണ്ടുപോകാമായിരുന്നു. എന്നാൽ ആ യൗവനത്തിൽ അവൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ച് യൗവനകാലം മുഴുവൻ, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏക പ്രവാചകിയായ ഹന്ന എന്ന പ്രവാചകി. വിധവമാർക്ക് മധ്യസ്ഥത അപേക്ഷിക്കാവുന്ന ഈ ഹന്ന എന്ന പ്രവാചകയുടെ പ്രാർത്ഥന നമ്മുടെ ഇടയിലുള്ള വിധവമാരുടെ സങ്കടം ഉണ്ണി യേശുവിനോട് പറയുവാൻ അമ്മ മറിയം കഴിഞ്ഞാൽ ഏറ്റവും യോഗ്യതയുള്ള ഒരു സ്ത്രീ രത്നമാണ് ഈ പ്രവാചകിയായ ഹന്ന. നമ്മുടെ ജീവിതത്തിലും അവനിലുള്ള യഥാർത്ഥ സറണ്ടറിങ്, ദൈവത്തിലുള്ള സ്നേഹവും അഗാധ ഭക്തിയും, വെള്ളം ചേർക്കാതെയുള്ള നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസവും, നമ്മുടെ അഭിലാഷങ്ങൾ അത് ദൈവകൃപയ്ക്കായിട്ടുള്ളതാണ് എങ്കിൽ ആ അഭിലാഷങ്ങൾ സാധിച്ചു തരാതിരിക്കുവാൻ അവന് സാധിക്കുകയില്ല. ഇവിടെ ഹന്നായെ, കുഞ്ഞു പൈതലാം യേശുവിനെ, ലോക രക്ഷിതാവിനെ തൻ്റെ വാർദ്ധക്യത്തിൻ്റെ പാരമ്യത്തിൽ തനിക്ക് കാണുവാൻ സാധിക്കുന്ന ആ വലിയ മഹാഭാഗ്യം ലഭിക്കുന്ന ഈ അമ്മൂമ്മ വെറും 40 ദിവസം മാത്രം പ്രായമെത്തിയ കുഞ്ഞിനെക്കുറിച്ച് പ്രവചിച്ച് പറയുവാൻ ലഭിക്കുന്ന ജീവിതത്തിലെ ധന്യ മുഹൂർത്തം. യെരുശലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന എല്ലാവരോടും ഈ ശിശുവിനെക്കുറിച്ചുള്ള സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ ലഭിച്ച ആ ഒരു സന്ദർഭം, ഈ ശിശുവാണ് ലോകരക്ഷകനെന്ന സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ലഭിക്കുന്ന ജീവിത അഭിലാഷം, ഒരു മഹാഭാഗ്യം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു മഹാഭാഗ്യം, ലോക രക്ഷകനെക്കുറിച്ച്
പറയാതെ പറയുവാൻ സാധിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹം, അവൻ്റെ സന്തോഷം, അവൻ്റെ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന മകനായി, ഒരു മകളായി ദൈവമേ അവനെ പ്രഘോഷിക്കാതെ പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.